പലസ്തീനു വേണ്ടി നിലകൊള്ളുന്ന സംഘടനകളോട് കമല ഹാരിസ് ഈ നയം തുടർന്നാൽ വൈറ്റ് ഹൌസിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോകുമെന്ന വിലയിരുത്തലുകൾ. അമേരിക്കൻ മുസ്ലിം വോട്ടർമാർ ചിലപ്പോൾ കമല ഹാരിസിന് നല്ല പണി നൽകും. അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയുമായ കമല ഹാരിസിനെതിരെ പലസ്തീൻ അനുകൂല ഗ്രൂപ്പുകൾ രംഗത്ത്. ഗാസയിലെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലും കമല ഹാരിസിന്റെ ഇസ്രായേൽ അനുകൂല നിലപാടാണ് വിരോധത്തിന് ഇടയാക്കുന്നത്. സെപ്റ്റംബർ 10 ഫിലാഡൽഫിയയിൽ നടക്കാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപുമായുള്ള സംവാദത്തിലും കോളേജ് ക്യാമ്പസുകളിലെ പരിപാടികളിലും പ്രതിഷേധം ഉയർത്താനാണ് അറബ് മുസ്ലിം വിഭാഗങ്ങളും സഖ്യകക്ഷികളും ഇപ്പോൾ പദ്ധതിയിടുന്നത്. പലസ്തീനു വേണ്ടി നിലകൊള്ളുന്ന സംഘടനകളോട് കമല ഹാരിസ് മുഖം തിരിക്കുന്നു എന്നാണ് പ്രധാന ആക്ഷേപം. ഇതിന്റെ ഭാഗമായി ഷിക്കാഗോയിലെ ഡെമോക്രാറ്റിക് കൺവെൻഷനിൽ പ്രതിഷേധം ഉയർന്നു എങ്കിലും പലസ്തീൻ അനുകൂലികളെ പുറത്താക്കുകയായിരുന്നു. തുടർന്നാണ് പ്രചാരണ പരിപാടികൾ, സർവകലാശാലകൾ, പൊതുപരിപാടികൾ എന്നിവിടങ്ങളിലെല്ലാം കമല ഹാരിസിനെതിരെ പ്രതിഷേധം നടത്താൻ പലസ്തീൻ അനുകൂല സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ജോ ബൈഡന് പകരം കമല ഹാരിസ് സ്ഥാനാർത്ഥിയായി എങ്കിലും ഇസ്രായേൽ അനുകൂല സമീപനത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറണമെന്ന് പലസ്തീൻ അനുകൂല ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം കമല നിരസിക്കുകയും ചെയ്തിരുന്നു. അടുത്തിടെ അവർ നൽകിയ ഒരു അഭിമുഖത്തിൽ ഉൾപ്പെടെ ഇസ്രായേലിന് നൽകുന്ന ആയുധ സഹായം പരിമിതപ്പെടുത്തില്ല എന്നാണ് കമല തന്റെ വാക്കുകളിലൂടെ ഉറപ്പിച്ചത്. അമേരിക്കയിലെ സർവകലാശാലകൾ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾ വീണ്ടും കടുക്കാനാണ് സാധ്യത. ഡെമോക്രാറ്റുകൾക്ക് വിജയിക്കണമെങ്കിൽ ആവശ്യമായ മിഷിഗൺ, പെൻസിൽവാനിയ തുടങ്ങിയ സ്വിംഗ് സ്റ്റേറ്റുകളിൽ ഇത്തരം പ്രതിഷേധം ഉയരുന്നത് കമല ഹാരിസിന്റെ പ്രചാരണ ക്യാമ്പുകൾ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇതിനെ മറികടക്കാൻ വേണ്ടി കമല ഹാരിസിന്റെ പ്രചാരണ ക്യാമ്പ് പലസ്തീൻ അനുകൂല വിഭാഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നും സൂചനകളുണ്ട്. പുതിയ സർവേകൾ പ്രകാരം ദേശീയ തലത്തിൽ കമല ഹാരിസ് റിപ്പബ്ലിക്കൻ സ്ഥാനത്തിൽ ഡൊണാൾഡ് ട്രംപിനേക്കാൾ മുന്നിലാണ്. എങ്കിലും 2024 വിജയെ തീരുമാനിക്കുന്ന സ്വിംഗ് സ്റ്റേറ്റുകൾ ചിലയിടത്ത് കമല പിന്നിലാണ്. മുസ്ലിം വോട്ടർമാർ അമേരിക്കൻ ജനസംഖ്യയുടെ ഏകദേശം 1% മാത്രമേ വരികയുള്ളൂ. എന്നാലും അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സ്വിംഗ് സ്റ്റേറ്റുകളിലാണ്. ജോർജിയ, പെൻസിൽവാനിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജോ ബൈഡന്റെ വിജയത്തിന് കാരണമായ വോട്ടുകളാണ് ഇവയെല്ലാം. ഇത് ഇക്കുറി കിട്ടിയിട്ടില്ല എങ്കിൽ കമല ഹാരിസ് വൈറ്റ് ഹൌസിലേക്ക് എത്തിപ്പെടുന്നത് വളരെ ബുദ്ധിമുട്ടേറിയതാകും. താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു റിപ്പബ്ലിക്കിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഉഭയകക്ഷി സമീപനത്തെക്കുറിച്ച് കമല സൂചന നൽകിയിരുന്നു. തീരുമാനമെടുക്കുന്നതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കിയിരുന്നു. തന്റെ മന്ത്രിസഭയിൽ ഒരു റിപ്പബ്ലിക്കൻ അംഗം ഉണ്ടായിരിക്കുന്നത് അമേരിക്കയിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് കമല പറഞ്ഞിരുന്നു. വിജയിച്ചാൽ ആദ്യ ദിവസത്തെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരവുകൾ ഒപ്പിടുന്നതോ എക്സിക്യൂട്ടീവ് നടപടികൾ പോലുള്ള നിർദ്ദിഷ്ട ഘടകങ്ങളെക്കുറിച്ചോ കമല പറഞ്ഞില്ല. പകരം സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് അവർ വാചാലയായത്. അവസര സമ്പദ് വ്യവസ്ഥ എന്ന ആശയം നടപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും മധ്യവർഗത്തെ പിന്തുണയ്ക്കാനും ശക്തിപ്പെടുത്താനും കഴിയുന്നത് ചെയ്യുക എന്നതാണ് തന്റെ പ്രധാനപ്പെട്ട മുൻഗണനകളിൽ ഒന്ന് എന്നാണ് കമല ഹാരിസ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.